3 പാവപ്പെട്ടവർ രാജാവിൻ്റെ മുഖം കാണിക്കാനായിട്ട് ഒന്നാമൻ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ, എനിക്ക് 3 പെൺമക്കളുണ്ട്, വില നിറഞ്ഞു നിൽക്കുക, കെട്ടിക്കാൻ പൈസ ഇല്ല, എന്നെ സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു അവർക്ക് 3 പേർക്കും കെട്ടിക്കാനുള്ള പൈസ കൊടുക്കാൻ. രണ്ടാമൻ പറഞ്ഞു എനിക്ക് വസ്ത്രമൊന്നുമില്ല, കണ്ടമൊന്നുമില്ല, കൃഷി ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞു 50 ഏക്കർ സ്ഥലം കൊടുക്കാൻ പറഞ്ഞു. മൂന്നാമൻ പറഞ്ഞു എൻ്റെ കർത്താവ്, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ രാജാവ് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കണം. ആള് കയറാൻ കൂടെയില്ല താമസം. ഉടനെ ഹൈവേ ഉണ്ടായി, ലൈറ്റ് ഉണ്ടായി, കൊട്ടാരമുണ്ടായി. രാജാവ് താമസിച്ചു. പിറ്റേ ദിവസം അത് അവന് കിട്ടി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളോടുകൂടി കർത്താവുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. കർത്താവിനെ നമ്മൾ ഭവനത്തിലേക്ക് സ്വീകരിച്ചാൽ അത് അനുഗ്രഹമാണ്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ ഓർഡർ ടു മെൻഷൻ ദി ക്രിയേറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ സൃഷ്ടാവ് സൃഷ്ടിയായി മാറി. സൃഷ്ടിയെ രക്ഷിക്കുവാൻ സൃഷ്ടാവ് സൃഷ്ടിയായി മാറി. In order to fallen man, the Creator himself manifested as creature. അതാണ്. ഒരു അക്ബർ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹത്തിൽ ഒരു വീരവൻ എന്ന് പറഞ്ഞ മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി ബുദ്ധിമാനായിരുന്നു. ഒരിക്കല് അദ്ദേഹത്തോട് ചോദിച്ചു, വീരവനെ, എന്തിനാ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ഇവിടെ ജനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, 10 ദിവസം എനിക്ക് ഉത്തരം പറയാം. 10 ദിവസം കഴിഞ്ഞ് വന്നു. അത് ഇയാൾ കണ്ടില്ല. രാജാവ് വോട്ടിങ്ങിന് പോകാനായിട്ട് നിൽക്കുക. ഓടി കയറി. അപ്പം കുമാരൻ രാജകുമാരനെ കൂടെ തോളിലേക്ക് കൊണ്ടുപോയി. ബോട്ട് അല്പം പോയപ്പം ഈ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പം കുഞ്ഞവിടെ കിടന്നിങ്ങനെ വെള്ളം കുടിക്കുന്നവനോട് രാജാവ് തന്നെ ചാടി. അപ്പം മന്ത്രി പറഞ്ഞു, ഇതാണ് പാപത്തിന്റെ വെള്ളം കുടിച്ച് കിടന്ന മനുഷ്യനെ രക്ഷിക്കാൻ യേശു തന്നെ വന്നു. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. എല്ലാവർക്കും ക്രിസ്മസ് സന്ദേശവും ഈ മല്ലപ്പള്ളി സംഘത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച് ആ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളും പ്രസിഡന്റും കമ്മിറ്റിയും സെക്രട്ടറിയും എല്ലാം ഇത് പോരാഞ്ഞ് ഈ സ്ഥലം തന്ന പ്രിയപ്പെട്ടവർക്കും പിന്നെ ജോണിനും നമ്മുടെ സഹോദരനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ജനുവരി 9-നായിരുന്നു. അപ്പം രാത്രി 10 മണിയായപ്പോൾ നമുക്ക് മഴയുള്ള ദിവസമാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഫ്രണ്ടിനെ കണ്ടിട്ട് വീട്ടോട്ട് എൻ്റെ വീട്ടിൽ അടുത്ത് വെച്ച് തന്നെയാണ്. ഈ ടെസ്ലയുടെ ഒരു പുതിയ കാറായിരുന്നു, വൈ മോഡല്. അപ്പം അത് ഓടിച്ച് വരുമ്പോൾ റോഡിൽ വെള്ളം കിടന്നപ്പോൾ ഈ കാറിനെ പറ്റി ഇച്ചിരി പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും അറിയത്തില്ലായിരിക്കും. കാറുള്ളവർക്ക് ഇതൊരു റിയൽ വീൽ പവേർഡായിട്ടുള്ള മോഡലാണ് നമ്മുടെ എടുത്തിരുന്നത്. അപ്പം ഇതിന് ബാക്ക് വീലിനാണ് കൂടുതൽ പവർ വരുന്നത്. സാധാരണ നമ്മുടെ വണ്ടികൾ ഒന്നിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ്, അതിലായിരിക്കും പവർ കൂടുതൽ വരുന്നത്. ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് ഇങ്ങനത്തെ കാറുകളായിരിക്കും. അപ്പോൾ ഇത് പുറകിലത്തെ വീലിനാണ് ഇതിന് കൂടുതൽ ഉള്ള. ആ മോഡലാണ് നമ്മുടെ രണ്ടിലുണ്ടായിരുന്നത്. ഇനി ഫ്രണ്ടിൽ വെള്ളം വന്നപ്പോൾ വണ്ടി പോകുന്നു. അപ്പം ഇത് എല്ലാ വണ്ടികൾക്കും സംഭവിക്കാം. അത് ഹൈഡ്രോപ്ലെയിൻ ആവും, അത് മുമ്പോട്ട് പോകുന്ന ഒരു തടസ്സം വരും. അപ്പോൾ അതെന്ത് ചോദിച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ തിരിയും ആ വണ്ടി. അപ്പം അങ്ങനെ തിരിഞ്ഞിട്ട് മോൻ സ്പീഡൊന്നും അല്ലായിരുന്നു, അതിൻ്റെ നോർമൽ സ്പീഡിലേ ഉള്ളായിരുന്നു. സൈഡിലുള്ള മരത്തേല് വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് ഇത് തീ കത്താൻ തുടങ്ങി ഫ്രണ്ടിൽ. അപ്പോൾ എയർ ബാഗ് എല്ലാം റിലീസായി. പെട്ടെന്ന് ഈ വണ്ടിയുടെ ഒരു പ്രത്യേക ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് കമ്പനി പറയുന്നത്. സെൻട്രലൈസ്ഡ് ലോക്ക്. ഇടിച്ചു കഴിയുമ്പോൾ അത് തെറിച്ചു പോകാതിരിക്കാനുള്ള ഒരു ഫീച്ചറാണ് അത്. പിന്നെ അതിന് ലോക്കായി കഴിയുമ്പോൾ നമുക്കത് തുറക്കണോ അത് ഉണ്ടെങ്കിൽ അതിനൊരു വേറൊരു റിലീസ് ബട്ടൺ പോലൊരു സാധനം ഉണ്ട്. അത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. എനിക്ക് തന്നെ ഞാൻ ഈ വണ്ടി 4 മാസമായിട്ട് ഓടിച്ചപ്പോൾ ഇങ്ങനൊരു സാധനം ഇതുണ്ടെന്ന് നമ്മൾ അറിയത്തില്ലായിരുന്നു. സാധനം എല്ലാ വണ്ടി ഓടിക്കുന്നതാണ് ഓടിച്ചു പോകുന്നത്. അപ്പം മോനിത് അറിയായിരുന്നു. പക്ഷെ ഈ ഇടിയുടെ ഇതിലും ഈ തീ എല്ലാം കൂടെ കണ്ട് പാനിക്കായി അതൊന്നും പിടിക്കാനോ അത് നോക്കിയിട്ട് വർക്കായില്ല. ഇങ്ങനെ അപ്പോൾ മോനിങ്ങനെ പുറകിലത്തെ സീറ്റിലോട്ട് ചാടി ഡോറ് ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് അത് പൊട്ടിയില്ല. അപ്പം അന്നേരം തന്നെ ഒരു ഊബറുകാരൻ അതിൽ പോവായിരുന്നു, ഒരു വിയറ്റ്നാമി ഒരു ഊബറുകാരൻ.
അപ്പം ഡ്രൈവറും പിന്നെ ഒരു മലയാളിയാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പാസഞ്ചറും. മലയാളി എനിക്കറിയത്തില്ല. അപ്പൊ അവർ പെട്ടെന്ന് ചാടി വന്നിട്ട് ഇത് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തുറക്കാൻ ഒക്കുന്നില്ല. അപ്പൊ പിന്നെ യൂബറിന്റെ ഒരു ഹാമർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ് പൊട്ടിച്ചു. മോനെ മറ്റൊരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു. കാലിനൊരു ചെറിയ ഇഞ്ചുറി ഉണ്ട്, സ്റ്റിയറിംഗ് എല്ലാം കണ്ടിടിച്ചത് കാലം. അങ്ങനെ അത്ഭുതകരമായിട്ട് അത് രക്ഷപ്പെട്ടത്. വളരെ മോനൊന്നും പാനിക് ആകാൻ പോലുള്ള സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരത്തേക്ക് തന്നെ ഇവരെത്തി ആ സമയത്ത്, എക്സാക്ട്ലി ആ സമയത്ത് വന്നു. അത് വലിയൊരു അത്ഭുതമാണ്. ഈ ഊബറിലുള്ള പാസഞ്ചറെ പറഞ്ഞു പുള്ളി എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്നു. അവിടെ ചെന്ന് ഊബർ മെസ്സേജ് അവർ പുള്ളിക്ക് അയച്ചായിരുന്നു. അവർക്ക് ഓട്ടോ മെസ്സേജ് വരും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള കാർ വരുമ്പോൾ. പുള്ളി പറഞ്ഞില്ല, പുള്ളി അതൊന്നും ചൂസ് ചെയ്യാതെ ഈ കാർ തന്നെ എടുത്താണ് വരുന്നത്. അപ്പം ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള കാറുള്ളത് ഒരു ചെറിയ ഹാമർ മേടിക്കാൻ കിട്ടും ഇതിന്റെ. അത് വണ്ടി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം നമുക്ക് അറിയത്തില്ല. അതെ, അതൊരു കിട്ടും. ബെൽറ്റ് കട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഹാമർ 10-20 സാധനങ്ങളുള്ളൂ, ഓൺലൈനിലൊക്കെ കിട്ടും. ചിലപ്പോൾ ഇതേ സമയത്ത് നമുക്ക് ആവശ്യമായാലും അറിയത്തില്ല. അപ്പൊ അതുകൂടെ പറയാൻ വേണ്ടിയാ. ഇപ്പോൾ എനിവേ താങ്ക് യു വെരി മച്ച്. അത് ദൈവത്തിന് പ്രത്യേകം നന്ദി. കാര്യം ഒരു വലിയൊരു അത്ഭുതമാണ് നടന്നത്. താങ്ക് യു. പ്രോജക്റ്റിന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 36 crore മൊത്തം ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി വരുമ്പോൾ. ഫസ്റ്റ് ഫേസിന് 12 കോടി രൂപയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങാനായിട്ട് ഒരു 6 കോടി രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിലേ അവർക്ക് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ മോഹൻ ഡാനിയലങ്ങളും ഓസ്റ്റിനിൽ നിന്നുള്ള അച്ഛന്, ഞാനുമാണ് ഇവിടുന്ന് ഇപ്പം ഈ മീറ്റിങ്ങിന് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാർ കയറണം. അപ്പൊ ഹ്യൂസ്റ്റണിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 CR 2 CR കളക്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു വാക്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മുടെ സർജിക്കൽ വോളണ്ടിയേഴ്സിന്റെ ഫൗണ്ടർ ടോപ്പ് ഫ്ലഡ് ഒരു $20,000 എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉണ്ട്. അതൊരു 16 ലക്ഷം രൂപ, സെനിച്ചതിൻ്റെ ഒരു 5 ലക്ഷം രൂപ, 21 ലക്ഷം രൂപ, പ്രസാദിന്റെ 10 ലക്ഷം രൂപ, അപ്പം 31 ലക്ഷം രൂപ. റെനി ഐസകങ്ങളും 1 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്, 32 ലക്ഷം രൂപ. നമ്മുടെ ജോൺ മാത്യു അങ്കിള് 45,000 രൂപ. അപ്പം 31.5 ലക്ഷം രൂപ വരെ ഞാനിങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണെങ്കിലും അത് സന്തോഷമായിട്ട് ചെയ്യാവുന്നത്. മല്ലപ്പള്ളിക്ക് മാത്രം കാണാതെ മല്ലപ്പള്ളിക്കാർക്ക് ഒരു ഇത് കാണുമായിരിക്കും, അവരുടെ മനസ്സിലൊരു സ്വപ്നം. അപ്പം പലപ്പോഴും ഞാൻ ഈ യൂസ് ഹോസ്പിറ്റലിന് വേണ്ടി 2006 തൊട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടുത്തെ പല ചാലഞ്ചസ് വരും. അപ്പം പലപ്പോഴും ഞാൻ അവരെ റെഫർ ചെയ്യുന്നത് നിങ്ങൾ, അല്ലെങ്കിൽ മോഹൻ മാനികളെങ്കിലും നിങ്ങൾ എന്നും പറഞ്ഞു. അപ്പം അവരിൽ ഒരാളാകാനായിട്ട് മല്ലപ്പള്ളിപ്പള്ളിയുടെ മെമ്പർഷിപ്പ് ഞാൻ എടുത്തു. മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരിൽ ഒരാളായിട്ട് അവരോട് നിന്ന് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യാമെന്നുള്ള ഒരു ഗോളാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നിൽ 6 മാസത്തിലോ 1 വർഷത്തിലോ അല്ലെ നെക്സ്റ്റ് ഇയറിലോ അത് സന്തോഷത്തോടെ 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ അല്ലെങ്കിൽ ആരെങ്കിലും മേടിക്കാനോ CSR ഫണ്ട്സോ അങ്ങനെ നമ്മളെല്ലാരും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്ര ഫാമിലി ഉണ്ട് ഇവിടെ? ഫാമിലി ഒത്തിരി ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ 60 ഫാമിലി ഉള്ളത്. 60 ഫാമിലി 1 ലക്ഷം രൂപ വെച്ച് തന്നാൽ പോലും 60 ലക്ഷം രൂപ. എന്റെ 30-ന് 60, 30, 90 ബാക്കി പൈസ ഞാനും ഇടാം. എങ്ങനെയെങ്കിലും നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണണം നമ്പറിനെ. നമ്മൾ ആദ്യം ഈ വലിയ 36 കോടിയെന്നും 12-നും 6-നും വലിയ ഭീകരമായിട്ട് തോന്നിയാലും നമ്മളെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ദശാംശം കൊടുക്കുന്നവരറിയുകൊണ്ട് നമുക്ക് ഈസിയാണ്. നമ്മളെ ഈ പ്രൊജക്റ്റിനായിട്ട് കുറച്ചൊരു പൈസ നമ്മുടെ ഈ വർഷത്തെ ബിഗിനിങ് ഓഫ് ദി ഇയർ ആണ്. മേ ബി മാസം $100 വെച്ച് മാറ്റിയിട്ട് അപ്പം $1,200 എൻഡ് ഓഫ് ദി ഇയർ ആണ്. ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാല് കേരളത്തില് അംഗവൈകല്യമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൈസ ഇല്ലാതെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർജറി നടത്താനുള്ള ഒരു സെറ്റപ്പ് മല്ലപ്പള്ളിയിൽ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് നമുക്ക് പോസിബിൾ ആണ്. എക്സിക്യൂട്ടീവ് എമർജൻസി റൂം ഡോക്ടറാണ് ഡോക്ടർ സുനീർ, തൊടുപുഴ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്.
നമ്മുടെ ഫ്രണ്ട്സ് ഡൽഹിയിലുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വോളണ്ടിയർ സർവീസ് ചെയ്യാനുള്ള ഡോക്ടേഴ്സിന് നെറ്റ്വർക്കിന് കണക്ഷൻ ഉണ്ട്. ഇവിടുന്ന് സപ്ലൈസ് കിട്ടും അമേരിക്കയിൽ നിന്ന്, അല്ലെ ഈ ടെക്നിക്സ് മുഴുവൻ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കരുത് ഇത് എന്ത് ഗുണമുണ്ടാവും, ആർക്ക് ഗുണമുണ്ടാവും, വല്ലപ്പള്ളി ശരിയാവത്തില്ല, ഇങ്ങനൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നമുക്ക് ഒരു ജീവിതം നമ്മൾ കൊടുക്കുന്ന 1 ലക്ഷം രൂപ കൊണ്ട് ഒരു ലൈഫിന് നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കർമ്മമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഉത്സാഹിച്ച് വർക്ക് ചെയ്യണം. ഈ വീക്ക്ലി മീറ്റിംഗ്സിലാണെങ്കിലും ഇതിനകത്ത് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്താലും അതൊരു ഭയങ്കര എനർജിയാണ്. കാര്യം നമ്മളൊരു സിനർജി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒന്നും പൈസ തികഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഇനഫ് ഉണ്ട്. സത്യം പറഞ്ഞാൽ വി ആർ ബ്ലെസ്ഡ്. കാരണം ഞാനെപ്പോഴും 25 വർഷം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കും. അമേരിക്ക വന്നത് വിസിറ്റ് വിസായി $100 അപ്പം ആ ജേർണിയിൽ നിന്ന് നോക്കുമ്പോൾ ബോട്ടം ലൈൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇടയ്ക്ക് ഒത്തിരി കഷ്ടപ്പാടും ട്രബിളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലൊരു സ്റ്റോറി കാണും. നമ്മുടെ ഒരു 30 വർഷമോ നമ്മുടെ പ്രീവിയസ് തലമുറ നോക്കുമ്പോഴൊക്കെ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ നാടിന് വേണ്ടി നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം, വർക്ക് ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.